ഇങ്ങനെ ഒരു അസുരവിത്ത് എന്റെ ഉദരത്തിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്ന് എപ്പോഴെങ്കിലും ഉമ്മാക്ക് അങ്ങനൊരു അങ്ങനൊരു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ എന്റെ ഗർഭപാത്രത്തിന് എന്റെ മകള് നല്ലൊരു കുട്ടിയാ. അത് കാരണം ഞാൻ അങ്ങനെ പത്ത് കളയാത്ത, അല്ലെങ്കിൽ എന്റെ ഗർഭപാത്രം പോലും എന്റെ മകള് ഞങ്ങളെ കൂടെ അള്ളാഹിനെ പേടിച്ച് ഞങ്ങളെ നോക്കി ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവളുണ്ട്, അവളുടെ ഭർത്താവും. അപ്പൊ ഞാൻ ചെയ്യാത്തതല്ല. വേറെ ഈ വിഷയത്തായി പോയി. എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. നമ്മള് പടച്ചവന് നന്ദി പറയേണ്ട നിമിഷം ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ കാണുമ്പോഴാണ്. പടച്ചവൻ ഇവനെ പോലൊന്നും നമ്മളെ ആക്കിയില്ലെന്ന് ആലോചിക്കുമ്പോഴാണ്. ഇവന്റെ ഒന്നും മനോഭാവത്തിൽ നമ്മളൊന്നും ആക്കിയില്ലെന്നല്ല. ഞാൻ 10 മാസം വയറ്റിൽ ചുമന്ന ഉമ്മ മരണപ്പെടുമ്പം ഒരു നിരീശ്വരവാദി എന്ന ലേബൽ ജീവിക്കുന്ന യുക്തിവാദി മോർച്ചക്കാരനായ ആരിഫ് ഹുസൈന്റെ പോസ്റ്റാണ്. ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ. അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഹാരിസ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യ മൃഗത്തിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാവുകയില്ല. ഇന്ന് ആ മനുഷ്യൻ്റെ ഉമ്മ ഇന്ന് മരണപ്പെട്ടു. അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വലിയൊരു ചർച്ചയാണ്. ഏതായാലും പടച്ച തമ്പുരാൻ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങട്ടെ. കാരണം ആ വൃത്തികെട്ടവനേക്കാൾ, ആ മൃഗത്തേക്കാൾ ഒരിക്കലും ഞാൻ അധപ്പതിച്ചില്ലല്ലോ. തീർച്ചയായിട്ടും നമുക്ക് പടച്ച തമ്പുരാനോട് ഒരുപാട് സ്തുതി എത്ര പറഞ്ഞാലും തീരുകയില്ല. കാരണം മനുഷ്യൻ ഇന്ന് നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മ, ഏകദേശം 10 മാസം നമ്മെ വയറ്റിലിട്ടിട്ട് പ്രസവിച്ച ആ ഉമ്മ മരണപ്പെട്ട സമയത്ത് ആ വൃത്തികെട്ടവൻ എന്ന് എഴുതിയിട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യൻ്റെയും കണ്ണ് നനയാതെ നമുക്ക് ആ പോസ്റ്റ് വായിച്ച് തീർക്കാൻ വേണ്ടി പറ്റുകയില്ല എന്നുള്ളതാണ്. ഒരു ഉമ്മയുടെ ഉദരത്തിലാണ് അവൻ ജനനം കൊണ്ടത്. ആ ഉമ്മയുടെ വാക്കുകളാണ് ഇതിൻ്റെ തൊട്ടു മുമ്പായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ആ ഉമ്മ പോലും ആ ഉദരത്തിൽ മകൻ പിറന്നതിൽ തീർച്ചയായിട്ടും സന്തോഷിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. കാരണം ഉമ്മ പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. അവൻ എൻ്റെ ഉദരത്തിൽ പിറന്നു പോയല്ലോ, അതിൽ പശ്ചാത്തപിക്കുന്ന ഒരു ഉമ്മയാണ് ആ ഉമ്മ. കാരണം ആ ഉമ്മയെക്കുറിച്ച് ഇവൻ പറഞ്ഞ വാക്കുകളൊന്നും തീർച്ചയായിട്ടും ഒരു മലയാളി മറന്നു കാണാൻ വേണ്ടി സാധ്യതയില്ല. ഇവനൊരു നിരീശ്വരവാദി ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ പ്രതികരിക്കുന്നത്. നിരീശ്വരവാദിയായ ഒരുപാട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ നിരീശ്വരവാദികളായ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ നോക്കി സുഖമായിട്ട് ചിലപ്പോൾ ജീവിക്കുകയായിരിക്കാം. അതവരുടെ ഇഷ്ടമാണ്. അവർക്ക് മതം പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിരീശ്വരവാദമോ ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാദമാണെങ്കിൽ, പുത്തൻ വാദമാണെങ്കിൽ അതൊക്കെ സ്വീകരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക്, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളെല്ലാം നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഇഷ്ടത്തിനെല്ലാം ജീവിക്കാനും മതം പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെയുണ്ട്. പക്ഷേ ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്ന് മൃഗത്തിനേക്കാൾ താഴെ പോയ ഒരു ദിവസം. തീർച്ചയായിട്ടും വളരെ സങ്കടം തോന്നിയ ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് ഞാനിവിടെ ഒന്ന് കൊടുക്കുകയും അതുപോലെ തന്നെ ഞാനൊന്ന് വായിക്കുകയും ചെയ്യാം. ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ. ആരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ നോക്കണം. 10 മാസം വയറ്റിൽ നൊന്ത് പ്രസവിച്ച സ്വന്തം മാതാവിനെ കൊണ്ട്, ഇനി മനുഷ്യൻ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ, ഒരിക്കലും ഒരു മകനും പറയാൻ പറ്റാത്ത വാക്ക് ആ ഉമ്മക്ക് പടച്ച തമ്പുരാൻ ആ ഉമ്മയുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാർക്ക് ക്ഷമ കൊടുക്കുകയും ചെയ്യട്ടെ. അതിന് ബാക്കി ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി എന്നാണ് ഈ വൃത്തികെട്ടവൻ പറയുന്നത്. ആദരാഞ്ജലികൾ. തീർച്ചയായിട്ടും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് യാത്രയായി എന്നാണ്. ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ പോസ്റ്റ്. എത്രമാത്രം വൃത്തികെട്ടതും എത്രമാത്രം അധപ്പതിച്ചതുമായ ഒരു മനുഷ്യനെ നമുക്ക് ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഏതൊരു മതത്തിൽപ്പെട്ട ഒരു മനുഷ്യനായാലും സ്വന്തം ഉമ്മയോട് അല്ലെങ്കിൽ സ്വന്തം അമ്മയോട് തീർച്ചയായിട്ടും അവനൊരു കടപ്പാടും സ്നേഹവും എല്ലാം ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ മതം പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഉമ്മയുടെ ഒരു സ്ഥാനം അത്രയ്ക്ക് വലുതാണ്. നമ്മൾ എത്രമാത്രം നമ്മുടെ ഉമ്മയ്ക്ക് ചെയ്ത് കൊടുത്താലും അതൊന്നും ഒരിക്കലും അധികമായി പോവുകയില്ല എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളായ നമ്മൾക്ക് അത് പഠിച്ച ആരിഫ് ഹുസൈൻ അവൻ്റെ ഉമ്മ മരിച്ചപ്പോൾ പറഞ്ഞ ഈ വാക്കുകൾ തീർച്ചയായിട്ടും ഏവരുടെയും മനസ്സിനെ ഒന്ന് തീർച്ചയായിട്ടും തൊട്ടുണർത്തുന്നത് തന്നെയാണ്. അത്രയ്ക്കും വലിയ വൃത്തികേടാണ് അവൻ പറഞ്ഞത് എന്ന കാര്യത്തിൽ എനിക്ക് എന്നല്ല ഈ ചാനലും ഇതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ അഭിപ്രായമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ ഉമ്മ പറഞ്ഞത് 100% ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നു ഈ ഉമ്മ എന്താണ് ഇത്രയും കണിശമായിട്ട് സ്വന്തം മകനോട് പറയുന്നത് എന്ന്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ വാക്കാണ്. അത് യാഥാർത്ഥ്യമാക്കിയത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിലൂടെയാണ് എന്നുള്ളതാണ്. ആ ഉദരത്തിൽ ജനിച്ചു പോയത് തീർച്ചയായിട്ടും അത്ര വലിയൊരു അപരാധമായിട്ട് ഉമ്മ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് 100% സത്യമാണ്. അത് തന്നെയാണ് അതിനുള്ള ശരി. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് വളരെ വ്യക്തമായിട്ട്
നമ്മുടെ ഈ വൃത്തികെട്ട ഹാർപ്പിക് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ മറുപടി ഒന്ന് കാണാം. നമ്മൾ പടച്ചവന് നന്ദി പറയേണ്ട നിമിഷം ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ കാണുമ്പോഴാണ്. പടച്ചവൻ ഇവനെ പോലൊന്നും നമ്മളെ ആക്കിയില്ലെന്ന് ആലോചിക്കുമ്പോഴാണ്. ഇവന്റെ ഒന്നും മനോഭാവത്തിൽ നമ്മളെ ആക്കിയില്ലെന്നല്ല. ഞാൻ 10 മാസം വയറ്റിൽ ചുമന്ന ഉമ്മ മരണപ്പെടുമ്പം ഒരു നിരീശ്വരവാദി അല്ല, നിരീശ്വരവാദി എന്ന ലേബൽ ജീവിക്കുന്ന യുക്തിവാദി മോർച്ചക്കാരനായ ആരിഫ് ഹുസൈന്റെ പോസ്റ്റാണ്. ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ മരിച്ചിട്ടും വിട്ടില്ല. നമ്മൾ പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മൃഗാവസ്ഥയിലേക്കായി പോകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ മനുഷ്യരും ബുദ്ധിയുള്ളവൻ, ചിന്തയുള്ളവൻ മനസ്സിലാക്കേണ്ടതാ. എന്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി. ആദരാഞ്ജലികൾ. മരിച്ചിട്ട് പോലും ആ ഉമ്മാനെ വെറുതെ വിട്ടില്ല. അൽഹംദുലില്ലാ, പടച്ചവൻ ഇവനെ പോലും നമ്മളെ ആക്കിയില്ലല്ലോ. സത്യത്തിൽ ആരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ല. ഒരു ചോദ്യമാണ്, ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ലേ, സ്വന്തം മകനെ തള്ളി പറഞ്ഞില്ല എന്ന. ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞ മതം മാറിയതിനൊന്നുമല്ല. മതം മാറിയതിനാണ് ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞ. ആരിഫ് ഹുസൈൻ മൃഗമായതിനാണ്. അതായത് ആരിഫ് ഹുസൈൻ ഇസ്ലാം മതത്തിൽ നിന്നും അവൻ ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു നിരീശ്വരവാദിയായെന്ന് വിചാരിക്കുക. അങ്ങനെ ലോകത്ത് എത്രയോ ആളുകൾ അങ്ങനെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ അങ്ങനെ പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആരിഫ് ഹുസൈൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോളോട് തോള് ചേർന്ന് ജീവിക്കുന്ന ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസൽമാനെയും എത്രത്തോളം മാനസികമായി ഇവന്റെയൊക്കെ വർത്തമാനം കാരണം അകറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർക്ക് സങ്കടം. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും മനുഷ്യരെ തമ്മിൽ പരസ്പരം എന്തെങ്കിലും ഒരു മുട്ടുസൂചിയുടെ ഉപകാരം സമൂഹത്തിലുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വിദ്വേഷവും ഈ വൈരാഗ്യവും മുസൽമാൻ മറ്റു സമൂഹങ്ങളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം, അവരെ പുകയേക്കാൻ പാടില്ല, അവരെ മണമേക്കാൻ പാടില്ല എന്നൊക്കെയാണ് എന്തെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചു. എന്തെല്ലാം കള്ളത്തരങ്ങൾ, എത്ര ഞാൻ തന്നെ പൊളിച്ചടിക്കേറ്റുണ്ട്. എന്തിനു പറയണം, ഒരു സനാതന ധർമ്മിയായ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ ചെന്ന് ജിഹാദ് എന്നുള്ള തീവ്രവാദമാണ് തെളിയിക്കാൻ നോക്കിയപ്പോൾ ഖുർആൻ ഓതി രാഹുൽ ഈശ്വർ വരെ മറുപടി പറഞ്ഞ് മുട്ടുകുത്തിച്ചില്ലേ. ആകപ്പാൻ അവരെ മുമ്പിൽ നാറി മെഴുകിയില്ലേ ഈ ആരിഫ് ഹുസൈൻ. ഇങ്ങനെ മൃഗമായ ഒരു മനുഷ്യനെയാണ് ഉമ്മ വെറുത്തത്. അല്ലാതെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ മകനെയല്ല, മകൻ മൃഗമായപ്പോഴാണ് മകന് വെറുത്തുപോയത്. ഒരു ഉപകാരവുമില്ലാത്ത സമൂഹത്തിൽ ഒരു തരത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയാത്ത നിർഗുണനായതിനാണ് എതിർത്തത്. അതിനാ ഉമ്മാനെ എന്ത് ചെയ്തു? 10 മാസം ചുമന്ന ഉമ്മാനെ അവൻ മരണപ്പെട്ടപ്പോ പറയാ ഉമ്മ ജിഹാദി ഉമ്മാന്ന്. അല്ലാ റബ്ബേ, നമ്മൾ ഒറ്റാകരേ ഉള്ളൂ. മരിക്കുന്നത് വരെ ഈ അവസ്ഥയിലേക്കോ നമ്മുടെ മക്കളെയോ ഒന്നും ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ മൃഗമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ എന്നുള്ളതാണ്. അപ്പോൾ വളരെ ലളിതമായിട്ട് ആ മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വൃത്തിയുള്ള മതം പഠിച്ച നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മാർജിനിൽ നിന്നുകൊണ്ട് തന്നെ എത്രക്കും ലളിതമായ രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവരും കേട്ടുകാണും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത്തരത്തിൽപ്പെട്ട ഇവനെ പിന്താങ്ങി നടക്കുന്ന ആൾക്കാരെല്ലാം ഇനിയിപ്പോൾ മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു നാൾ ഇവൻ നിങ്ങളെയും തിരിഞ്ഞു കുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കുളം തോണ്ടൽ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പെറ്റ ഉമ്മയെ പോലും വഞ്ചിച്ചിട്ട് ഇത്രയും വൃത്തികെട്ട മനസ്സിനുടമയായ ഇദ്ദേഹം ഇന്ന് പങ്കുവെച്ച ഒരു പോസ്റ്റ്, നാളെ മരണം തീർച്ചയായിട്ടും ഈ വൃത്തികെട്ടവനെയും തേടി വരുന്ന ഒരു കാലം വരും. അന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഉമ്മ അത്രമാത്രം സങ്കടപ്പെട്ട, ജീവിതം തീരുന്നത് വരെ ഈ മകനെ ഓർത്തിട്ട് വെന്ത് ഉരുകി മരിച്ചിട്ട് പോയതാണ് ആ ഉമ്മ. ആ ഉമ്മയുടെ ഖബർ പഠിച്ച തമ്പുരാൻ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാട്ടെ, അതുപോലെ തന്നെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാട്ടെ, അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായമായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.